എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഡിസ്ലെക്സിയയെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇതിൽ ഞാൻ ഡിസ്ലെക്സിയയെ നിങ്ങൾ പാരൻസിന് അതേപോലെ ടീച്ചേഴ്സിന് എങ്ങനെ മാനേജ് ചെയ്യാം, വീട്ടിൽ തന്നെ അതല്ലെങ്കിൽ സ്കൂളിൽ തന്നെ മാനേജ് ചെയ്യുന്ന രീതിയെക്കുറിച്ചും അതേപോലെ അതിന് ഉതകുന്ന രീതിയിലുള്ള ടിപ്സ് ഇവ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നൽകുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനായും കാണുക. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഡിസോർഡറാണ്. ഒരു കുട്ടിയുടെ വായിക്കുവാനുള്ള ബുദ്ധിമുട്ട്. സാധാരണഗതിയിൽ കുട്ടി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുതിർന്നവർക്കും ഈ പ്രശ്നം വരാം, പലർക്കും ഈ പ്രശ്നം വരാം. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നമുക്ക് കുട്ടികളുടെ പഠന വൈകല്യത്തിൽ പെടുന്ന ഡിസ്ലെക്സിയയെക്കുറിച്ചാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. ഇതൊരു റീഡിംഗ് ഡിസോർഡറാണ്. പല ആളുകളും പല കുട്ടികളും ഡിഫറെൻറ്റ് ഡിഗ്രീസിലുള്ള പല തരത്തിലുള്ള ഈ പ്രശ്നമാണ് അനുഭവിക്കുന്നത്. ചിലർക്ക് വേർഡ് സ്പെല്ലിംഗ് പ്രോപ്പറായി ഉപയോഗിക്കുവാൻ അറിയില്ല, വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് പറയാൻ അറിയുന്നില്ല, പെട്ടെന്ന് വായിക്കുവാൻ വേഗത്തിൽ വായിക്കുവാൻ സാധിക്കുകയില്ല, വാക്കുകൾ എഴുതുന്നതിനോ അക്ഷരങ്ങൾ എഴുതുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാവാം, മനസ്സിനകത്ത് അവർ സംസാരിക്കുന്നു പക്ഷേ അത് പുറത്തേക്ക് പലപ്പോഴും കേൾക്കാം, വേർഡ്സിനെ പ്രൊണൗൺസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, അതേപോലെ എന്താണ് അവർ വായിക്കുന്നത് എന്നുള്ളത് അവർക്ക് പോലും മനസ്സിലാവാത്ത ഒരവസ്ഥ വരാം. ഇങ്ങനെയുള്ള കുറേയധികം സിംറ്റംസാണ് ഈ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ പ്രശ്നത്തിലുള്ളത്. ഈ ഡിസ്ലെക്സിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ഉപയോഗിച്ച് ഇതെന്താണ്, ഈ കുട്ടിക്ക് എന്താണ് ഇങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. ഒരു തറോ ഇവാലുവേഷൻ, നല്ലൊരു ഇവാലുവേഷൻ വേണം. അവരുടെ ഏതിലാണ് അവർക്ക് കൂടുതൽ പ്രശ്നം എന്നറിയണം. നമ്മൾ ഡീൽ ചെയ്യുന്നത് ചെറിയ കുട്ടികളോടാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. അങ്ങനെയുള്ള കുട്ടികളോട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ടാക്കിയെടുക്കുവാൻ തീർച്ചയായും അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത് അത്യാവശ്യമായി വരും. അതുകൊണ്ട് നല്ലൊരു ഇവാലുവേഷൻ വേണം. അവരുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചും അവരുടെ ഇൻസൈറ്റിനെ കുറിച്ചും അവരുടെ ടാലൻറ്റിനെ കുറിച്ചുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കുട്ടിക്ക് ഈ പ്രശ്നം പതിയെ പതിയെ സോൾവ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രശ്നത്തിന് സാധാരണഗതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ പീഡിയാട്രീഷ്യനും സഹായിക്കും, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ട് ഇതിനായിട്ട്, ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇവരിൽ പലരും, എസ്പെഷ്യലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും എല്ലാം ഈ കുട്ടിയുടെ ഡിസ്ലെക്സിയയുടെ കൃത്യമായി മനസ്സിലാക്കാൻ, അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. അവർ നല്ല രീതിയിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ ഇവാലുവേഷൻ അനുസരിച്ച് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിനും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുകയും അതിനനുസരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും ആവശ്യമായി വരാം. കുട്ടികൾ എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ സ്ട്രെസ്ഡാണ്. പ്രത്യേകിച്ച് പാരൻസിന് ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പാരൻസ് ഈ കുട്ടികളെ വളരെയധികം സ്ട്രെസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പെട്ടെന്ന് പഠിക്കുക, നീ ഒന്നും മനസ്സിലാക്കുന്നില്ല, നീ എഴുതുന്നില്ല, നീ വായിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് കുറേ ടിപ്സ് ഞാൻ അവസാനം തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണുക. സാധാരണഗതിയിൽ ഡിസ്ലെക്സിയയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ലെറ്റേഴ്സിനെ കണ്ട് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്, തിരിച്ചറിയുവാനുള്ള ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ഇൻ റൈമിംഗ് വേർഡ്സ്, ഒരേപോലെ ശബ്ദമുണ്ടാക്കുന്ന വാക്കുകളെ വായിച്ചെടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഗ്രാമർ പ്രോസസ്സ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, ഫോണോളജിക്കൽ അവയർനെസ്, ഏത് വാക്കിന് അല്ലെങ്കിൽ ഏത് ശബ്ദത്തിന് ഏത് തരത്തിലുള്ള സൗണ്ട് കൊടുക്കും, ഫോണറ്റിക്സ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ചേഞ്ചിങ് മീനിങ്സ് ഓഫ് വേർഡ്സ്, വേർഡുകളുടെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, അറ്റൻഷൻ ഡെഫിസിറ്റി. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ട സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് ADHDയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളൊരു ഭാഗമായി കണക്കാക്കേണ്ടതാണ്. ഇനി ഡിഫിക്കൽട്ടി, മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്, പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട്, സിമ്പിൾസിനെ കണ്ട് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്, ശബ്ദം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്, സെമാൻറ്റിക് അവയർനെസ്, തൊട്ട് നോക്കുവാനുള്ള അനുഭവിക്കുവാനുള്ള ബുദ്ധിമുട്ട്, വാക്കുകളെ മാറ്റി വായിക്കുന്ന ബുദ്ധിമുട്ട്, ചിലപ്പോൾ സ്പീച്ച് ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ADHDക്കുള്ള സാഹചര്യവും ഈ ഡിസ്ലെക്സിയയെ കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങൾ. ഇനി ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ജനറ്റിക്സ് ആണ്
ഡിസ്ലെക്സിയയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോസുകളായി കണക്കാക്കപ്പെടുന്നത്, കാരണമായി കണക്കാക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഡിസ്ലെക്സിയ ഫാമിലികളിൽ പാരമ്പര്യമായി വരുന്നതാണ്. പിന്നെ ബ്രെയിനിലുണ്ടാവുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവാം, ബ്രെയിൻ ഇഞ്ചുറി കൊണ്ടുണ്ടാവാം, ഡെമൻഷ്യ കൊണ്ടുണ്ടാവാം. ഡെമൻഷ്യ കൊണ്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഡെമൻഷ്യ ഉണ്ടാവാനുള്ള സാഹചര്യം വളരെയധികം കുറവാണ്. പക്ഷേ മുതിർന്നവരിൽ ഡെമൻഷ്യ കാരണം ഡിസ്ലെക്സിയ ഉണ്ടാവാം എന്നർത്ഥം. അതേപോലെ കുട്ടികൾക്കുണ്ടാവുന്ന പുവർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, വായിക്കുവാനുള്ള പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലേ കുട്ടികളത് ചെയ്യും, അതല്ലെങ്കിൽ അവർക്കത് സാധ്യമല്ല. പിന്നെ പുവർ ലിറ്ററസി ഇല്ലാത്തവർക്കും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഈ ഡിസ്ലെക്സിയ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അതിന് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലിസ്റ്റൊക്കെ വളരെയധികം ഇതിൽ ഉപയുക്തമാവുന്നത്. രണ്ടാമത് മൾട്ടി സെൻസറി ടീച്ചിങ് മെത്തേഡ്സ്. നമുക്ക് സെൻസേഴ്സ് ഉണ്ട്, 5 സെൻസും പിന്നെ അതിന് പുറമെ വേറെയും സെൻസസ് ഉണ്ട്. ഈ സെൻസുകളെയൊക്കെ ഉപയോഗിച്ച് കളറും അതേപോലെ ശബ്ദവും അതേപോലെ ടച്ചും അങ്ങനെ ഓരോ സെൻസിനെയും ഉപയോഗിച്ച് ഗന്ധവും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനകത്ത് ഈ ചിത്രങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന, ഓർമ്മയിൽ നിലനിർത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് മൾട്ടി സെൻസറി പ്രോസസ്സ്. അടുത്തത് അസിസ്റ്റഡ് ലേണിംഗ് ടെക്നിക്ക്. എപ്പോഴും ആരെങ്കിലും കൂടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നീട് റീഡിംഗ് ആൻഡ് സ്പെല്ലിംഗ് ടെക്നിക്സ്. റീഡിങ്ങിനും സ്പെല്ലിങ്ങിനും അത് പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കുണ്ട്, അവ ഉപയോഗിക്കുക. വേർഡ് ഗെയിംസ് സഹായിക്കാം. ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഒരു 2-3 മാസത്തിലൊരിക്കൽ ഒരാഴ്ച പെട്ടെന്നൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം, പ്ലേ ഓറിയൻറ്റഡ്, കളിയിൽ അധിഷ്ഠിതമായ, വിനോദത്തിൽ അധിഷ്ഠിതമായ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അതിന് പുറമെ ഇതെല്ലാം കൊണ്ട് ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ ലഘൂകരിക്കുവാൻ കൗൺസിലിങ്ങും വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ നമുക്കിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്കൂളിൽ അവർ അത് കൈകാര്യം ചെയ്യും, ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യും. അതിന് കൂടെ തന്നെ നമ്മൾ വീട്ടിൽ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെയധികം പ്രഷർ ഉണ്ടാക്കുന്ന, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ശകാരിച്ചിട്ടോ അടിച്ചിട്ടോ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഏറ്റവും പ്രധാനമായി വേണ്ടത് സംയമനം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. ആ ക്ഷമ നിങ്ങൾ പരിശീലിച്ച് ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കും. ആദ്യം ചെയ്യേണ്ടത് സറൗണ്ട് യുവർ ചൈൽഡ് വിത്ത് റീഡിങ്. നിങ്ങളുടെ കുട്ടിയെ എപ്പോഴും വായനാശീലമുള്ള ആ ഒരു കുട്ടിയായി മാറ്റിയെടുക്കുക. നിങ്ങൾ ഉറക്കെ വായിച്ചു കൊടുക്കാം, ഉറക്കെ എവിടെയെങ്കിലും ആരെങ്കിലും വായിക്കുന്നത് കേൾപ്പിക്കാം. ടി വിയിലും അങ്ങനെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടേപ്പ് റെക്കോർഡറിലോ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം. പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടി ഫ്രേസുകളെ മോഡൽ ചെയ്ത് ഇൻടോണേഷൻ, എവിടെയൊക്കെ ശബ്ദങ്ങളിൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവിടെയൊക്കെ സ്ട്രെസ്സ് കൂടുതൽ കൊടുത്ത് വീണ്ടും വീണ്ടും നിങ്ങളുടെ കുട്ടിയെ വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ സൈക്കോളജിക്കൽ മെത്തഡോളജി ഉണ്ട്, റിവാർഡ് മെത്തഡോളജി ഉണ്ട്. റിവാർഡ് മെത്തഡോളജി ഉപയോഗിക്കാം. കുട്ടിയെ വീണ്ടും വീണ്ടും കളിയിലൂടെ, വിനോദത്തിലൂടെ വായിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന് തക്കവണ്ണം നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ നിൽക്കുക. ക്ഷമ അത്യാവശ്യമാണ്. ആ ക്ഷമ നിങ്ങൾ നല്ല രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുകയും വേണം. രണ്ടാമത്, റീഡിംഗ് ഫ്ലുവൻസി എൻകറേജ് ചെയ്യുക. ചെറിയ ചെറിയ പാസേജ് വായിക്കുവാൻ പറയുക. സെവറൽ ടൈംസ്, പല പ്രാവശ്യം വായിക്കാൻ പറയുക. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ കളിയുടെ, വിനോദത്തിൻ്റെ സെൻസ് കൊണ്ടുവരിക. അതിന് റിവാർഡ് കൊടുക്കുക. കൂടെ നിൽക്കുക. ഓടിക്കൊണ്ട് വായിക്കാം, ഇരുന്നു കൊണ്ട് വായിക്കാം, നടന്നുകൊണ്ട് വായിക്കാം, കിടന്നുകൊണ്ട് വായിക്കാം, കളിച്ചുകൊണ്ട് വായിക്കാം. എങ്ങനെ ആ കുട്ടിക്ക് സൗകര്യപ്രദമാകുന്നുവോ ആ കുട്ടിക്ക് സ്ട്രെസ്സ് കൊടുക്കാതെ കളിയോടെയും ചിരിയോടെയും ഇതൊരു ഭാരമാണ് എന്നുള്ള തോന്നൽ ആ കുട്ടിക്ക് വരാത്ത രീതിയിലുള്ള വായന പ്രക്രിയകൾ നമുക്ക് വളർത്തിയെടുക്കണം. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്, വൊക്കാബുലറി ബിൽഡ് ചെയ്യണം. എത്ര കൂടുതൽ വാക്കുകൾ ഈ കുട്ടിക്ക് അറിയാമോ അത്രയും ഈ കുട്ടി സക്സസ്ഫുൾ ആവും എന്നാണ് ഈ ഡിസ്ലെക്സിയയുടെ അർത്ഥം. ഡിസ്ലെക്സിയയുടെ പ്രധാനപ്പെട്ട പരിഹാര മാർഗം. അതുകൊണ്ട് ഓരോ പുതിയ വാക്കുകളും ആ കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓരോ ദിവസം ഈ 2 വൊക്കാബുലറി, പുതിയതായിട്ട് പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ കുട്ടി പഠിച്ച ഓരോ പുതിയ വാക്കുകളും ആ കുട്ടിയെ കൊണ്ട് തന്നെ പറയിക്കുക. അത് ഡയറിയിൽ എഴുതി വയ്ക്കുക. അതിന് ആ കുട്ടിക്ക് റിവാർഡ് നൽകുക. അതിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, കളിക്കാൻ അനുവദിക്കുക. അങ്ങനെയുള്ള ചെറിയ 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 പ്രക്രിയകളിലൂടെ ഈ കുട്ടിയുടെ വൊക്കാബുലറി നമുക്ക് ബിൽഡ് ചെയ്യാം. നാലാമത്, കളി. പലതരം കളികളുണ്ട്. ഈ വേർഡ് ബിൽഡിംഗ് കളികളുണ്ട്, അതേപോലെ കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ട്, മൊബൈൽ ഗെയിംസ് ഉണ്ട്. ഇതിലെല്ലാം ഇങ്ങനെ ഡിസ്ലെക്സിയെ സഹായിക്കാൻ ഗുണകരമായിട്ടുള്ള ഒരുപാട് കളികളുണ്ട്. പാട്ടിലൂടെയും
ഈ പ്രശ്നം നമുക്കൊരു പരിധിവരെ പരിഹരിക്കാം. പാട്ടുകൾ ഉണ്ടാക്കുക, ആ വാക്കുകൾ ഉപയോഗിച്ച്, ആ കുട്ടിക്ക് പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് പാട്ടുകൾ ഉണ്ടാക്കുക, ആ പാട്ടുകൾ കുട്ടിയെ കൊണ്ട് പാടിക്കുക, നിങ്ങൾ പാടുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, പലതരം വെബ്സൈറ്റിലൂടെ അവയെല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ ടീച്ചർമാരും അത് പറഞ്ഞു തരും. ഇതെല്ലാം വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്, ഗോ ഹൈടെക്. ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് ഗെയിംസ് ഉണ്ട്, ഡിസ്ലെക്സിയ റിലേറ്റഡ് ഗെയിംസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്. അവയിലെല്ലാം നമുക്ക് പോകാം, അവയെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യം ക്ഷമ വേണം എന്നുള്ളതാണ്. കുട്ടിയെ ദേഷ്യപ്പെടരുത്, ശകാരിക്കരുത്. ഇനി സ്കൂളിൽ പോകുമ്പോൾ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം അവസാനിച്ചു, അവിടെ ഉള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ, അവർ പഠിപ്പിച്ചോട്ടെ എന്ന് കരുതരുത്. സ്കൂളിൽ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പല സ്കൂളുകളിലും അവൈലബിൾ അല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളൊരു പക്ഷേ നല്ല കോൺവെൻറ്റ് സ്കൂളിലോ എവിടെയെങ്കിലും കൊണ്ടാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, ഡിസ്ലെക്സിയയ്ക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ സാധാരണ മിക്കവാറും സ്കൂളുകളിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ചില ടീച്ചേഴ്സ് മാത്രമേ ഇതിന് ട്രെയിനിങ് നേടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ ടീച്ചേഴ്സുമായി അവരുടെ കൂടെ നിന്ന് അവരോട് പറഞ്ഞ്, ടീച്ചേഴ്സ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വൊക്കാബുലറി ബിൽഡിങ്ങും വേർഡ് റീഡിങ്ങും റിപ്പീറ്റഡ് ആയിട്ടുള്ള വായനയും റിപ്പീറ്റഡുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാമാണ്. ഇതെല്ലാം കളിച്ചിരിയിലൂടെ ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ആ ടീച്ചർക്ക് ബോധ്യപ്പെടുത്തുന്ന പോലെ പറഞ്ഞ്, അവിടെയും വഴക്കുണ്ടാക്കരുത്, അവിടെയും ഒരു കാരണവശാലും എൻ്റെ ഉത്തരവാദിത്വമല്ല, ടീച്ചറുടെ ഉത്തരവാദിത്വമാണ്, അത് ടീച്ചർ ചെയ്തോണം എന്നുള്ള രീതിയിൽ ഉണ്ടാവരുത്. കാരണം ടീച്ചേഴ്സ് ഒരു പരിധി വരെ നിങ്ങളുടെ കൂടെ നിൽക്കുമായിരിക്കാം, പക്ഷേ അവർക്കും ക്ഷമ കെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ നിങ്ങളാണ് ക്ഷമിക്കേണ്ടത്. അപ്പോൾ ദയവ് ചെയ്ത് ടീച്ചർമാരുടെ കൂടെ നിൽക്കുക. അവർക്ക് കൊടുക്കുന്ന, അതായത് ഈ കുട്ടികൾക്ക് ടീച്ചേഴ്സ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് വളരെ കൃത്യമായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സപ്പോർട്ടീവ് ആയിരിക്കണം, ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കണം, ഓരോ ഇൻഡിവിജ്വൽ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ് കൊടുത്തുകൊണ്ടതായിരിക്കണം, കൂട്ടത്തിൽ മോട്ടിവേറ്റിങ്ങും ആയിരിക്കണം. ഗോൾ ഇത്രയേ ഉള്ളൂ. എത്രത്തോളം പോസിറ്റീവ് ഇൻസ്ട്രക്ഷണൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകുമോ, അതായത് ഒരു ടീച്ചർ ഒരു കുട്ടിയോട് ഒരു ദിവസം എത്ര പ്രാവശ്യം ഇൻറ്ററാക്ട് ചെയ്യുന്നു, പോസിറ്റീവായി ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം ഇവിടെ മാനദണ്ഡം. രണ്ടാമത്, സ്റ്റുഡൻസ് ലേൺ മോർ എഫക്റ്റീവ്ലി ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ചെറിയ ഗ്രൂപ്പുകളിലാണ് സ്റ്റുഡൻസ് പെട്ടെന്ന് പഠിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൊടുക്കണം. 2, 3, 4 കുട്ടികളുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളും വേഗത്തിൽ പഠിക്കുന്നു എന്നർത്ഥം. മൂന്നാമതായി, ഈ കുട്ടിയുടെ ടീച്ചർ പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ടുള്ള ടീച്ചിങ് പ്രോസസ്സ് ആ ടീച്ചർക്കുണ്ടോ, അവർക്കത് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ് മിസ്ട്രസിനോടോ ഹെഡ് മാസ്റ്ററിനോടോ പറഞ്ഞ് ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ തക്കതായ ട്രെയിനിങ് നേടിയിട്ടുള്ള ഒരു മെൻറ്ററെ ആ ക്ലാസ് റൂമിലേക്ക് അറേഞ്ച് ചെയ്യുവാൻ നിങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞാലേ അവർക്കത് തിരിയുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുകയില്ല. നമ്മളത് പറയണം. എല്ലാ സ്കൂളുകളിലും ഡിസ്ലെക്സിയയ്ക്ക് ടീച്ചേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലം പോസിബിൾ അല്ല. അതുകൊണ്ട് അതിന് തക്കതായ ട്രെയിനിങ് ലഭിച്ച ടീച്ചറെ ലഭിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറിന് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുവാനായി നിങ്ങൾ എച്ച്എമ്മിനോട് ആവശ്യപ്പെടാം. അതിൽ തെറ്റൊന്നുമില്ല. നാലാമത്, പ്രീ ടീച്ചിങ് പ്രയർ ടു റീഡിങ് എ ടെക്സ്റ്റ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് ഒരു പ്രീ ടീച്ചിങ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. റിയൽ എക്സ്പീരിയൻസ് ഉപയോഗിച്ച്, വിഷ്വലിനെ ഉപയോഗിച്ച്, ടോയ്സിനെ ഉപയോഗിച്ച്, ഹൗസ് ഹോൾഡ് ഐറ്റംസിനെ ഉപയോഗിച്ചും, ഫീൽഡ് ട്രിപ്സിനെ ഉപയോഗിച്ചും ഇതെല്ലാം നമുക്കതിനെ ഇൻട്രാക്ഷനായി രൂപപ്പെടുത്താം. ഇതിന് ഒരു വായന തുടങ്ങുന്നതിന് മുന്നേ ആ വായനയുമായി ബന്ധപ്പെടുത്തി ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കത് വേഗം മനസ്സിലാവും. ടീച്ചേഴ്സും അത് ചെയ്യാം, നിങ്ങളും അത് ചെയ്യാം. അഞ്ചാമത്, വൊക്കാബുലറി കൂടുതലാക്കണം എന്ന് നമ്മൾ വീട്ടിലെ ട്രെയിനിങ്ങിലും കണ്ടു. അതേ കാര്യം ടീച്ചേഴ്സ് അവരുടെ ക്ലാസ് കരിക്കുലത്തിലും സ്കൂൾ കരിക്കുലത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നും നിങ്ങൾ ഉറപ്പിക്കണം. ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ ആവശ്യമാണ്. ക്ഷമ ടീച്ചറോട് സംസാരിക്കുകയും ടീച്ചറോട് സംസാരിച്ച് അതിന് തക്കതായിട്ടുള്ള രൂപപ്പെടുത്തൽ ഉണ്ടാക്കിയെടുക്കുകയും നമ്മൾ ചെയ്യും. അടുത്തതായി, ടീച്ചേഴ്സ് റൂൾസ് ഓഫ് ലാംഗ്വേജ്, ഗ്രാമറും സ്പെല്ലിംഗ് റൂൾസും എവിടെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഫോണറ്റിക്സ് വരണം എന്നുള്ള കാര്യമൊക്കെ ആ കുട്ടിക്ക് പതിയെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കൺട്രോൾഡ് ടെക്സ്റ്റ്, തുടക്കത്തിൽ ഇനീഷ്യൽ ലെവലിൽ ടെക്സ്റ്റിനെ കൺട്രോൾഡ് ലെവലിൽ വായിക്കാൻ ആണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. സ്പീഡ് കുറച്ച് വായിക്കണം, പതിയെ വായിക്കണം. വാക്കുകൾ പല കണ്ടക്സ്റ്റിൽ ഉപയോഗിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. ടൈംഡ് ഫ്ലുവൻസി ഉണ്ടാവണം. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഇത് ചെയ്തുകൊണ്ടിരുന്നാലേ
കുട്ടിക്ക് ഗുണമാവുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ കുട്ടിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, പല പ്രശ്നങ്ങളും കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല കുട്ടികളും അനുഭവിക്കുന്നത് കൊണ്ട് ഓരോ കുട്ടിയുടെയും ബുദ്ധിമുട്ടിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ആ കുട്ടിക്ക് ആ വായനാശീലം, ആ വായനയിൽ അവൻ ബുദ്ധിമുട്ടുന്ന കാര്യത്തിൻ്റെ പരിഹാരം നമ്മൾ നേടിയെടുക്കുകയാണ് വേണ്ടത്. ഇതിന് മെഡിസിൻ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനേക്കാളൊക്കെ പ്രധാനം, മെഡിസിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ADHD ഉണ്ടെങ്കിൽ മാത്രമേ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മരുന്നിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ന്യൂറോളജിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ട്രെയിനിങ്ങിലൂടെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ മാറ്റിയെടുക്കേണ്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡായ ട്രെയിനിങ് നമ്മൾക്ക് സ്കൂളിലും കൊടുക്കണം, വീട്ടിലും കൊടുക്കണം, കളിയിലൂടെ കൊടുക്കണം, വിനോദത്തിലൂടെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തന്നെ പരിഹരിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായി കാണരുത്. ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. കുറച്ച് സമയമെടുക്കും. ക്ഷമയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ബേസ്. ക്ഷമ ശീലിക്കുക, ക്ഷമ പഠിക്കുക, നിങ്ങളുടെ കുട്ടിയുടെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ന്യൂറോളജിസ്റ്റിൻ്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെയും കൂടെ നിന്ന് നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുക്കണം എന്നുള്ളതാണ് ഈ ഡിസ്ലെക്സിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം.